ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 80. ആദ്യേട്ടൻ എപ്പോ വന്നു? എന്നെ എന്തേ വിളിക്കാഞ്ഞേ? അടുത്ത് കിടക്കുന്നവനെ കണ്ട് അമ്പരന്ന ദേവിക കട്ടിലിൽ നിന്നും വെപ്രാളത്തോടെ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഹ, കിടക്ക് ദേവി ഇവിടെ, നീ എങ്ങോട്ടായിപ്പോ? പെണ്ണിനെ എഴുന്നേക്കാൻ സമ്മതിക്കാതെ മഹർഷി അവളെ പൊടുന്നനെ കൈക്കുള്ളിൽ ഒതുക്കി പിടിച്ചു. ഏട്ടൻ വന്നത് ഞാൻ അറിഞ്ഞില്ല, ഉറങ്ങിപ്പോയി. മോളെ കിടത്തി ഉറക്കിയപ്പോൾ അവളുടെ കൂടെ കയറി കിടന്നതാ. അവളൊരു ക്ഷമാപണം പോലെ ആദിയോട് പറഞ്ഞു. അതിനിപ്പോൾ എന്താ ദേവി, ഞാനൊന്നും എൻ്റെ പെണ്ണിനെ പറഞ്ഞില്ലല്ലോ. അതുമല്ല, പറഞ്ഞതിൽ 1 മണിക്കൂർ വൈകിയാണ് ഞാൻ വന്നതും. ഇടത്തെ കൈമുട്ടിന്മേൽ ഭാരം കൊടുത്ത് ദേവികയുടെ നേർക്ക് വശം തിരിഞ്ഞ് കിടക്കുന്നവൻ എത്തിക്കുത്തി അവൾക്കപ്പുറം കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ നെറുകയിൽ വാത്സല്യത്തോടെ ഒന്ന് തലോടി. തൻ്റെ ദേഹത്തിന് മുകളിലേക്ക് ചാഞ്ഞു കിടക്കുന്നവൻ അവളിലെ പെണ്ണിൽ വീണ്ടും പരിഭ്രമം നിറപ്പിച്ചു. നീ വല്ലതും കഴിച്ചോ? അവളിൽ നിന്ന് അകന്നു മാറി പഴയതുപോലെ കിടന്നുകൊണ്ട് ചെക്കൻ മെല്ലെ ചോദിച്ചു. ആ, കഴിച്ചു ആദിയേട്ടാ. ഒരു കൈപ്പത്തി അകലത്തിൽ കിടക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു പെണ്ണ്. മോളോ? അവൻ വീണ്ടും തിരക്കി. അവളും കഴിച്ചു. ദേവിക മറുപടി നൽകി. അവളിന്ന് വാശി പിടിച്ചോ എന്നെ കാണണമെന്നും പറഞ്ഞ്? അവൻ്റെ ഉള്ളിലെ ആദ്യം അപ്പോഴും അതായിരുന്നു, ഒരച്ഛൻ്റെ വേദന. ഒരു വട്ടം അച്ഛ എന്തിയെന്ന് ചോദിച്ചിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ആശാട്ടിക്ക് വല്ലാതെ ഉറക്കം വന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ദേവിക ചിരിയോടെ ഉത്തരം നൽകി. അല്ലേലും എൻ്റെ കുഞ്ഞിന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. അവൻ ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് പാളി നോക്കിക്കൊണ്ട് കളി പറഞ്ഞു. മറുപടിയായി ഒന്നും ദേവികയിൽ നിന്നും വന്നില്ല. പക്ഷെ പെണ്ണിൻ്റെ കവിളുകൾ വീർക്കുകയും ആ വിടർന്ന കണ്ണുകൾ പരിഭവത്താൽ ഒന്ന് കൂർക്കുകയും ചെയ്തിരുന്നു. എന്തേ ആ? അവളിലെ മാറ്റം തിരിച്ചറിഞ്ഞതും ചെക്കൻ്റെ വലങ്കയിലെ ചൂണ്ടുവിരൽ ദേവികയുടെ ഇടംകവിളിനെ തൊട്ട് തലോടിക്കൊണ്ട് എഴഞ്ഞു നീങ്ങി. ആദ്യേട്ടാ. അവൻ നൽകുന്ന സ്പർശത്തിൽ പെണ്ണിന് വല്ലാതെ വന്നു. ഇന്നെൻ്റെ ഭാര്യ വല്ലാണ്ട് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. അവളുടെ പുരികത്തിന് നടുവിലുള്ള ആ ചുവന്ന വലിപ്പമുള്ള കുങ്കുമപ്പൊട്ടിന് ചുറ്റിനും ചൂണ്ടുവിരലിനാൽ തൊട്ട് ഒഴിഞ്ഞുകൊണ്ട് ആദ്യം മന്ത്രിച്ചു. അത് കേട്ടതും അവനെ നോക്കാനാവാതെ പെണ്ണിൻ്റെ കണ്ണുകൾ പരൽമീനിനെ പോലെ തത്തിക്കളിച്ചു. ഇതെന്തു പറ്റി ഈ കണ്ണിലിങ്ങനെ കരിയെഴുതാൻ? ആ? കണ്ണിൻ്റെ ഓരത്ത് പടർന്ന കൺമഷി ചൂണ്ടുവിരൽ കൊണ്ട് തൊട്ടടുത്ത് അവളുടെ ചെവിക്ക് പിന്നിലായി തൊട്ടുകൊടുത്തുകൊണ്ട് ചെക്കൻ വീണ്ടും ചോദിച്ചു. അത് പിന്നെ നീലിമ പറഞ്ഞിട്ടാ. പെണ്ണ് കണ്ണുകൾ 2 ഇറുക്കി അടച്ചു തുറന്നു. എന്തായാലും കൊള്ളാട്ടോ, ഈ ഉണ്ട കവിള് ഒന്നുകൂടെ ഉരുണ്ടിട്ടുണ്ട്, എൻ്റെ തത്തയുടെ പോലെ. ആദ്യം അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ 2 ചിമ്മിക്കാട്ടി. എൻ്റേത് ഉരുണ്ടിട്ടൊന്നും അല്ല. കണ്ണുകൾ പോലെ തന്നെ പെണ്ണിൻ്റെ കവിളുകൾ ഉരുണ്ടു വീർത്തു. ഇങ്ങനെയൊന്നും കാട്ടല്ലേ കുഞ്ഞേ, ഞാൻ അത്ര പാവമൊന്നുമല്ല. ഉരുണ്ടു വീർത്ത കവിളിന് മുകളിൽ ഒരു കുത്തു കൊടുത്ത് ഞെക്കി പൊട്ടിച്ചവൻ. ആദ്യേട്ടാ. പരിഭവത്തോടെ ചുണ്ടുകൾ കൂർപ്പിച്ച് പിടിച്ചവളുടെ കവിളിന് മുകളിൽ തെല്ലും നോവിക്കാതെ ഒരു കടി കൊടുത്തു ചെക്കനപ്പോൾ. ആ, നൊന്തു കേട്ടോ. കടിച്ചിടം തിരുമ്മിക്കൊണ്ടവൾ വീണ്ടും ചുണ്ടുകൾ കൂർപ്പിച്ചു. നോവാനാടി കടിച്ചേ. പിറുപിറുത്തുകൊണ്ടവൻ മെല്ലെ ദേവികയുടെ ആദരങ്ങളിലേക്ക് ചുണ്ടുകൾ കൂട്ടിമുട്ടിച്ചു. പക്ഷെ ഇത്തവണ അവൾ വെപ്രാളം കാട്ടിയില്ല. അവളിൽ പരവേശം തെല്ലും ഉണ്ടായില്ല. അവളുടെ ദേഹത്തോട്ട് വിറയിൽ പടർന്നില്ല. പകരം പെണ്ണ് തൻ്റെ മറുപാതിക്ക് വിധേയായി സ്വയം മറന്നു കിടന്നു. ഒടുവിലെപ്പോഴോ കൊക്കുരുന്നി തളർന്നപ്പോൾ അവനിലെ നെഞ്ചിലെ ചൂടിലേക്ക് പമ്മിക്കിടന്നവൾ. അനാമിക, എനിക്ക് തന്നോട് സംസാരിക്കണം. പതിവ് പോലെ രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ അവളെ കാത്ത് ഹർഷൻ വഴിയിൽ നിൽപ്പുണ്ടായിരുന്നു. എന്താ ഹർഷേട്ടാ? അന്നത്തെ ജീനയുടെ അവാണിക്കൽ ഒരു പരിധിവരെ അനാമികയെയും മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ തമ്മിൽ കാണലുകൾ അവൾ മനഃപൂർവ്വം കുറച്ചിരുന്നു. വാടോ, നമുക്ക് ആ പാർക്കിൽ പോയിരുന്ന് സംസാരിക്കാം. ഹർഷൻ അനുവാദം ചോദിച്ചപ്പോൾ അവൾക്ക് എതിര് പറയാൻ തോന്നിയില്ല. അവൾ അവൻ്റെ കൂടെ മെല്ലെ അങ്ങോട്ടേക്ക് നടന്നു. ഇരിക്കടോ. തണൽ മരത്തിന് കീഴിലേക്ക് സെറ്റ് പണിതിട്ടിരിക്കുന്ന ഒരു സിമൻറ്റ് ബെഞ്ചിലായി ഇരുന്നു കൊണ്ട് അവൻ അവളോട് നിർദ്ദേശിച്ചു. എന്താ ഹർഷേട്ടാ? കുറേ നിമിഷങ്ങൾ കടന്നുപോയിട്ടും തന്നോട് സംസാരിക്കാതെ ഇരിക്കുന്നവൻ അവളിൽ പൊടുന്നനെ സംശയം ജനിപ്പിച്ചു. എനിക്ക് ജീനയെക്കുറിച്ച് അറിയണം അനാമിക, എല്ലാം അറിയണം.
അത് പറയുമ്പോൾ പതിവായിട്ടുള്ള ശാന്തത ഹർഷൻ്റെ ശബ്ദത്തിലുണ്ടായിരുന്നില്ല. പകരം ഒരു തരത്തിലുള്ള ഗൗരവമായിരുന്നു അവിടെ അവൾക്ക് കാണുവാനായി കഴിഞ്ഞത്. ഞാൻ ഞാൻ എങ്ങനെയാ ജീനയെക്കുറിച്ച്? അതൊക്കെ അവളോട് ചോദിച്ചാൽ പോരെ ഹർഷേട്ടാ. കൂട്ടുകാരിയുടെ സ്വഭാവത്തിലെ പ്രകടമായ മാറ്റം മനസ്സിലായതുകൊണ്ടാവാം ഇനി അവളെക്കുറിച്ച് ഒരു തുറന്ന സംസാരത്തിന് ദേവിക താല്പര്യപ്പെട്ടില്ല. അറിയാം, ജീന എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഹർഷനോട് പറഞ്ഞു കൂട്ടിയിട്ടുണ്ടെന്ന്. തൻ്റെ ഒരു തുറന്നു പറച്ചിൽ ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ താളം തെറ്റിക്കും. എത്രയൊക്കെ ചതിച്ചിട്ട് പോയതാണെങ്കിലും ജീന നന്നായിട്ട് ജീവിക്കുന്നത് കാണാൻ തന്നെയാണ് താൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അനാമിക, അറിഞ്ഞുകൊണ്ടൊരു വിദ്യയാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലടോ. വിശ്വസിച്ചു കൂടെ കൂട്ടിയവൾ നമ്മളെ ചതിക്കുകയാണെന്ന് തോന്നുമ്പോൾ അതിൻ്റെ കാരണം തേടി കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ആവശ്യമായി പോയില്ലേ? അവൾക്കുള്ള ഹർഷൻ്റെ മറുപടി തന്നെ ഒരു ചോദ്യമായിരുന്നു. ഹർഷേട്ടാ, ഞാനിപ്പോൾ അവൾ എന്തു പറയണമെന്നറിയാതെ ആദ്യം ഒന്ന് പരിങ്ങി കളിച്ചു. ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് നീ ഒഴിയാൻ നോക്കരുത് അനാമികെ. ഇതെൻ്റെ ജീവിതമാണ്. പറ്റുമെങ്കിൽ നീ എന്നെ സഹായിക്ക്. അവൻ ആവശ്യപ്പെടുകയല്ലായിരുന്നു, അപേക്ഷിക്കുകയായിരുന്നു അവളോട്. അത് പിന്നെ അവൻ്റെ മുഖത്തെ സങ്കടം കണ്ട് അനാമിക പോലും പകച്ചു പോയിരുന്നു. പാവമാണ് ഹർഷേട്ടൻ. പരിചയപ്പെട്ടിടത്തോളം ഒരു പാവം മനുഷ്യൻ. ജീനയെ വല്ലാതെ സ്നേഹിക്കുന്നുമുണ്ട്. പക്ഷേ അവൾ ഹർഷേട്ടനെ ചതിക്കുവാണെങ്കിലോ? എൻ്റെ അവസ്ഥ ചിലപ്പോൾ നാളെ ഹർഷേട്ടന് വരുമെങ്കിലോ? ഒരു 100,000 ചിന്തകൾ അവളിലൂടെ പൊടുന്നനെ കടന്നുപോയി. അനാമിക. പെണ്ണിൻ്റെ ഇരിപ്പ് കണ്ടതും ഹർഷൻ അവളെ വീണ്ടും വിളിച്ചു. ആ. അവളൊന്ന് മൂളിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും ആക്സിഡൻറ്റിൽ മരിച്ചു പോയെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. പിന്നീട് ഒരു വല്യമ്മയാണ് അവളെ വളർത്തിയെന്നും. ജീനി ഒരു അനാഥയാണെന്ന് നീ പറയുന്നിടം വരെ എനിക്കറിയില്ലായിരുന്നു. അകലെ എങ്ങോട്ടേക്കോ നോക്കിക്കൊണ്ടാണ് ഹർഷം പറഞ്ഞു തുടങ്ങിയത് തന്നെ. അവളൊരു ഓഫണാണെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഇത്രയും കൂട്ടായിട്ടും നിന്നെക്കുറിച്ച് എന്തിനാ അവൾ എന്നോട് കള്ളം പറയണം? ജീനയുടെ അഭിപ്രായത്തിൽ നീ അവൾക്ക് വെറും ഒരു സ്കൂൾമേറ്റ് മാത്രമാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹർഷൻ്റെ ആ തുറന്ന ചോദ്യത്തിൽ അവളൊന്ന് ഭയന്നു. അവള് അനാമിക എന്തൊക്കെയോ പറയുവാനായി തപ്പിത്തടഞ്ഞുവെങ്കിലും ഹർഷൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിലെ ഫോട്ടോയിലേക്ക് നോക്കി അവൾ വാ പൊളിച്ചിരുന്നു. അവൾക്കൊരു ചെറിയ കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടായിരുന്നുവെന്നതും അതിൽ അവൾക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നുവെന്നതും ആ പാർട്ട്ണർ അവളെ ചതിച്ചെന്നും ഒക്കെയായിരുന്നു അവൾ എന്നോട് പറഞ്ഞ ജീവിതകഥകൾ. പക്ഷേ ആ പാർട്ട്ണർ നീയായിരുന്നുവെന്ന് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത് അനാമികയെ. AJ കമ്പനിയുടെ മുൻപിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ജീനിയുടെയും അനാമികയുടെയും പഴയൊരു ഫോട്ടോ അപ്പോഴും ഹർഷൻ്റെ ഫോണിൽ തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഹർഷേട്ടാ, കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഹർഷൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നതാണ് അനാമിക കണ്ടത്. വേണ്ട, കൂടുതൽ ഇനി നീ അവളെ പറഞ്ഞ് ന്യായീകരിക്കേണ്ട കാര്യമില്ല. എനിക്കറിയാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അവൻ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റതും അനാമിക ഓടിച്ചെന്ന് അവൻ്റെ മുൻപിൽ കയറി നിന്നു. ഹർഷേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അവക്കെന്നെ വേണ്ടാഞ്ചിട്ടാ അവൾ പോയത്, അല്ലാതെ വേറെയൊന്നും. അനാമികയ്ക്ക് മുഴുവൻ പറയാൻ കഴിഞ്ഞില്ല. അതിനു മുൻപേ അവളിൽ നിന്ന് ഏങ്ങലടികൾ പുറത്തേക്ക് തെറിച്ചിരുന്നു. അതെ, അതുതന്നെയാണ് സത്യം. അവൾക്ക് നിന്നെ ഇനി വേണ്ടാഞ്ഞിട്ട് തന്നെയാണ് നിന്നെ കളഞ്ഞിട്ട് എൻ്റെ പിറകെ കൂടിയത്. നാളെ ഇനി എന്നെ വേണ്ടാന്ന് വെച്ചിട്ട് പോകാനും അവൾക്കൊരു മടിയും ഉണ്ടാവില്ല. ഹർഷൻ്റെ മുഖത്ത് അങ്ങേയറ്റം പുച്ഛം നിറഞ്ഞു നിന്നു. അനാമിക അതിനുള്ള മറുപടിയൊന്നും നൽകിയില്ല. കാരണം ഹർഷൻ പറഞ്ഞത് അങ്ങേയറ്റം ശരിയാണെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. എങ്കിലും അവൾ സ്നേഹിച്ചതുപോലെയല്ലല്ലോ ഞാൻ അവളെ സ്നേഹിച്ചത്. മനസ്സുകൊണ്ടാണ്. അതുകൊണ്ട് എത്രയൊക്കെ ചതിച്ചെന്നറിഞ്ഞിട്ടും ജീനിയെ മറക്കുവാൻ തന്നെ കൊണ്ടാവുന്നില്ല എന്നത് മറ്റൊരു സത്യം. നിന്നെ ചതിച്ചു, നിന്റെ ജീവിതം നശിപ്പിച്ചു, നിന്റെ കാശ് കൊണ്ടൊരു കമ്പനി തുടങ്ങി. എന്നിട്ട് അത് പൊട്ടി പാളീസായപ്പോൾ അവൾ നിന്നെ വേണ്ടെന്ന് വെച്ച് എൻ്റെ അടുത്തേക്ക് വന്നു. ഇതിലൊക്കെ ഉപരി എന്നെ വേദനിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട് അനാമിക. നിന്റെ പ്രണയത്തെ അവൾ യാതൊരു വിലയും തരാതെ വലിച്ചെറിഞ്ഞത്. നീ അവളുടെ പ്രണയത്തിന് വേണ്ടി സ്വന്തക്കാരെയും ബന്ധുക്കാരെയും എല്ലാവരെയും ഉപേക്ഷിച്ചപ്പോൾ അവൾ എന്താണ് നിനക്ക് വേണ്ടി തന്നത്? ഹർഷൻ്റെ ചോദ്യങ്ങൾക്ക് അവളുടെ കയ്യിൽ മറുപടിയില്ലായിരുന്നു. പെണ്ണ് കരഞ്ഞുകൊണ്ട് തന്നെ മുഖം കുനിച്ചു നിന്നു. നീ പറഞ്ഞാണ് ഇക്കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെന്ന് കരുതി വെറുതെ കരയാൻ നിൽക്കണ്ട. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ 2-3 ദിവസങ്ങളായി.
ഒരു കാര്യം അറിഞ്ഞ ഉടൻ തന്നെ അത് വെള്ളം തൊടാതെ വിശ്വസിക്കുന്നവനല്ല ഈ ഹർഷൻ. കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ നിങ്ങളുടെ നാട്ടിൽ പോയിരുന്നു. ജീരയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. പോരാത്തതിന് നിന്റെ അച്ഛനെയും അമ്മയും കണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഓരോന്നും ആലോചിച്ച് ആദ്യ കയറ്റാൻ നിൽക്കണ്ട. ഹർഷൻ അവളെ സമാധാനിപ്പിച്ചു. ആ, അനാമിക മൂളി കേട്ടു. ഇനി ഒരു കാര്യം കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട്. ജീന ചെയ്ത അത്രയ്ക്കല്ലെങ്കിലും നീയും ചെയ്തിട്ടുണ്ട് ഒരുപാട് തെറ്റുകൾ. അതുകൊണ്ട് വേദനിപ്പിച്ചവരെ പോയി കണ്ട് ഒരു മാപ്പ് പറയാനെങ്കിലും അറ്റ്ലീസ്റ്റ് നീ ശ്രമിക്കണം. അല്ലെങ്കിൽ ഒരു കാലത്തും നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഒരു ഉപദേശ രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അനാമിക എന്തുകൊണ്ടോ സങ്കടത്തോടെ തലയാട്ടി. അവളിൽ കുറ്റബോധം തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ ശരി, പോട്ടെ. അവളോട് യാത്ര പറഞ്ഞ് മുന്നോട്ടേക്ക് നടന്നവൻ ഒരു വട്ടം അവളുടെ നേരെ തിരിഞ്ഞു നിന്നു. ഇത്രയും നാളും പാല് കൊടുത്തിരിക്കൊണ്ടിരുന്നത് ഒരു പാമ്പിനാണ്. അത് എത്ര വട്ടം പടം പൊഴിച്ചെന്ന് പറഞ്ഞാലും പാമ്പ് പാമ്പ് തന്നെയാണ്, വർഗ്ഗഗുണം കാണിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും അവിടെ പുറകെ ഇങ്ങനെ നാണമില്ലാതെ നടക്കാതെ സ്വന്തം കാര്യം നോക്കുവാൻ നോക്ക്. ചിലപ്പോൾ ലാഭത്തിനു വേണ്ടി നിന്നെ ഇല്ലാതാക്കാനും മടിക്കുകയില്ല ആ വിഷപ്പാമ്പ്. അവസാനമായി അത്രയും പറഞ്ഞിട്ട് ഹർഷൻ തിരിഞ്ഞു നടന്നു. പക്ഷേ അവൻ അവസാനം പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അനാമിക അപ്പോഴും. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. ഒരു ഞായറാഴ്ച ദിവസം ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് കാവുമ്പാട്ട് വീട് ഉണർന്നത്. നീലിമ ഗർഭിണിയായിരിക്കുന്നു. വിവരം അവൾ അറിഞ്ഞതും രാധമ്മയും ദേവികയും കൂടെ അവൾക്കായി ഒരു സദ്യ തന്നെ ഉണ്ടാക്കി. അഭി അവളെ കെട്ടിപ്പിടിഞ്ഞ് കരഞ്ഞാണ് സന്തോഷം പ്രകടിപ്പിച്ചതെങ്കിൽ ആദിയുടെ വക ഒരു കേക്കായിരുന്നു അവൾക്ക് കിട്ടിയത്. വിശ്വം മാത്രം നീലിമയുടെ നെറുകയിൽ വാത്സല്യത്തോടെ തഴുകിക്കൊണ്ട് അവളെ അനുഗ്രഹിച്ചു. നീലുവാൻറ്റി, എൻ്റെ കുഞ്ഞാവ് എപ്പോഴാ വരുന്നേ? കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് തത്തമ്മ അവളുടെ പിന്നാലെയാണ്. മോളുടെ കുഞ്ഞാവ് പുറത്തു വരാൻ ഇനിയും കിടക്കുന്ന 7-8 മാസങ്ങൾ കൂടി. നീലിമ അവളെ നോക്കി വാത്സല്യത്തോടെ ചിരിച്ചു. പാവം എൻ്റെ തത്തമ്മ, നോക്കിയടി അതിൻ്റെ ഒരു സന്തോഷം. ഇനിയിപ്പോൾ കൂടെ കളിക്കാൻ ആരുമില്ലെന്നുള്ള സങ്കടം എൻ്റെ കൊച്ചിന് വേണ്ടല്ലോ. രാധമ്മയ്ക്ക് ഇതിൽ പരം ഒരു സന്തോഷം വേറെ ഇല്ലായിരുന്നു. അവയ്ക്കും നീലിമയ്ക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞു പിറക്കാത്തതിൽ അവർക്ക് സങ്കടം ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും അവരത് പുറത്ത് കാട്ടിയിട്ടില്ലായിരുന്നു. ഷോ, അത്രയും നാളും കൂടെ മോള് നോക്കിയിരിക്കണോ? അടുക്കളയിലെ കസേരയിലിരിക്കുന്ന നീലിമയുടെ വയറിന് മുകളിൽ നിർത്താതെ കുഞ്ഞുമ്മകൾ നൽകിക്കൊണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണിൻ്റെ സങ്കടം പറച്ചിൽ. അത്രയും നാൾ നോക്കിയിരിക്കണമല്ലോ. നീലിമ അവളുടെ ഉണ്ട കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അവളെ പുന്നാരിച്ചു. എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് ആരെയാ വേണ്ടേ? അനിയനെ വേണോ അതോ അനിയത്തിയെ വേണോ? നീലിമയ്ക്ക് അരികിലായിരുന്ന രാധ കുഞ്ഞിനെ തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് സംശയത്തോടെ തിരക്കി. എനിക്കേ ആൺവാവേ മതി മുത്തശ്ശി. ചമ്മലോടെ തത്തപ്പെണ്ണൊന്ന് ചിരിച്ചു. അതേന്തേ, അനിയത്തി കുഞ്ഞാവേ എൻ്റെ പൊന്നിന് ഇഷ്ടമല്ലേ? രാധ വീണ്ടും ചോദിച്ചു. ഇഷ്ടം, പക്ഷെങ്കി എനിക്ക് അനിയവാവേ മതി. അനിയത്തി വാവ വന്നാലേ എന്നോട് കുശുമ്പ് കുത്തും. തത്തമ്മയുടെ ഉണ്ടക്കവൾ ഒന്നും കൂടി വീർത്തു. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. അനിയത്തി വാവേം പാവാ, ചേച്ചിക്കുഞ്ഞെ അവൾക്ക് വലിയ ഇഷ്ടമായിരിക്കും. രാധമ്മ അവൾക്ക് തിരുത്തി കൊടുക്കാൻ ശ്രമിച്ചു. ചുമ്മാതാ മുത്തശ്ശി, എൻ്റെ ക്ലാസ്സിലെ ആദ്യയില്ലേ, അവക്കേ അനിയത്തിയാ ഉള്ളേ. ആ പാവ എപ്പോഴും അവളെ തല്ല് അടിക്കുകയൊക്കെ ചെയ്യൂല്ലോ. കുഞ്ഞിപ്പെണ്ണ് പേടിയോടെ പറഞ്ഞു. എല്ലാ വാവമാരും അങ്ങനെ അല്ലടി കുഞ്ഞി. ഇത് പറഞ്ഞേ, നിന്റെ നീലിമാൻ്റെ പാവമല്ലേ? രാധ അവളുടെ താടിയിൽ പിടിച്ച് പുന്നാരിച്ചു. ആണ്, അവൾ ഉത്തരം നൽകി. അപ്പോൾ നിന്റെ നീലിമാൻ്റിയുടെ വയറ്റുള്ള കുഞ്ഞാവയും പാവമായിരിക്കും. രാധ അവൾക്ക് മനസ്സിലാവുന്ന രീതി വിവരിച്ചു കൊടുത്തു. അങ്ങനാണോ മുത്തശ്ശി? പെണ്ണിന് വീണ്ടും സംശയമുണ്ടായി. ആണെന്നേ, നീലിമാൻ്റിയുടെ വാവൻ പാവമായിരിക്കും. എൻ്റെ തത്തമോളെ അവൾക്ക് വലിയ കാര്യമായിരിക്കും, നോക്കിക്കോ. രാധ ഇത്തിരി ഉറപ്പോടെ പറഞ്ഞതും കുഞ്ഞിപ്പെണ്ണിന് അഭിപ്രായം മാറത്തുടങ്ങി. എന്നാൽ എനിക്ക് കുഴപ്പമില്ല. മുന്നോട്ടേക്കാഞ്ഞ് നീലിമയുടെ വയറിന് മുകളിൽ ഉമ്മകൾ കൊണ്ട് മൂടുമ്പോൾ കുഞ്ഞിപ്പെണ്ണിൽ ഒരു ചേച്ചിയമ്മയുടെ ഭാവമായിരുന്നു. ഓരോരുത്തർക്കും പിള്ളേരും പെറുങ്ങണിയും ഒക്കെ ഉണ്ടാവുന്നു. ഇവിടെ എൻ്റെ കൊച്ചിന് ഒരനിയനെയോ അനിയത്തിയോ ഉണ്ടാക്കി കൊടുക്കാൻ ആർക്കും ഉത്തരവാദിത്വം ഇല്ല. ഉച്ചയൂണും കഴിഞ്ഞ് മുറ്റത്തെ മാവിൻ ചുവട്ടിലായി സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന കസേരയിലിരിക്കുന്ന ആദിയുടെ അടുത്തേക്ക് ചെന്നതും ദേവിക ആദ്യം കേട്ട വാചകം അതായിരുന്നു. അവൾ ചമ്മൽ കൊണ്ടൊന്ന് പരുങ്ങിയെങ്കിലും അത് മുഖത്ത് പ്രകടിപ്പിക്കാതെ ആദിയുടെ അടുത്ത് കിടക്കുന്ന ഒരു കസേരയിലേക്ക് ചെന്നിരുന്നു.
നാളുകളായി മഹർഷി കെട്ടിപ്പടുത്തിയൊരു വിശ്വാസവും ഇഷ്ടമൊക്കെ ദേവികയിൽ ഉണ്ടായതുകൊണ്ടാവാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവനിൽ നിന്നും കേൾക്കുമ്പോൾ അവളിൽ പണ്ടത്തേതുപോലെ ഒരു പേടിയും വിറയലും ഇപ്പോഴില്ലാതെ ഇരിക്കുന്നത്. അല്ലേലും എനിക്കും എൻ്റെ കൊച്ചിനും ഓരോന്നൊക്കെ ആഗ്രഹിക്കാനല്ലേ പറ്റൂ, അല്ലാതെ ഇപ്പോൾ എന്നെക്കൊണ്ട് ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ചിരി അടക്കി പിടിച്ചുകൊണ്ട് ഫോണിൽ നോക്കി കുറുമ്പ് പറയുന്നവനെ ദേവിക കണ്ണുകൾ കൂർപ്പിച്ചൊന്ന് നോക്കി. ആദ്യേട്ടാ, അവൻ്റെ സംസാരം അവളെ വല്ലാണ്ടാക്കി. എന്താടി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ നോക്കിക്കോ, ഇനി എൻ്റെ കുഞ്ഞ് അനിയനെയോ അനിയത്തിയോ വേണമെന്ന് പറഞ്ഞ് അന്ന് ഞാൻ. ആദ്യ പൂർത്തിയാക്കാതെ ആ സംസാരം അവിടെ നിർത്തി. അന്ന് ഞാൻ ബാക്കി ചോദിച്ചത് അങ്ങോട്ടേക്ക് ഓടിപ്പാഞ്ഞെത്തിയ തത്തക്കുഞ്ഞായിരുന്നു. ആഹാ, വന്നോ അച്ചാടെ മോള്? അവൻ അവളെ എടുത്ത് മടിയിലേക്ക് കയറ്റി വെച്ചു. എന്നിട്ട് കെട്ടിപ്പിടിച്ച് ആ വെളുത്ത തുടുത്തു കവിളിൽ അമർത്തിയൊരു ഉമ്മ നൽകി. അച്ഛേ, നീലിമാൻറ്റിയുടെ വയറ്റിലേ കുഞ്ഞാവയില്ലേ? അതുപോലെ അമ്മയുടെ വയറ്റിൽ എന്താ ഇല്ലാത്തേ? മഹർഷിയുടെ കഴുത്തിൽ കൂടി ഇരു കൈകളും ചുറ്റി പിടിച്ചുകൊണ്ട് തത്തമ്മ ചുണ്ടുകൂട്ടി. എനിക്കറിയില്ലടാ എൻ്റെ കുഞ്ഞാപ്പി, നീ വേണം നേരെ നിൻ്റെ അമ്മയോട് ചോദിച്ചു നോക്ക്. കുഞ്ഞിപ്പെണ്ണെ പറഞ്ഞ് എരിവ് കയറ്റിയിട്ട് ആദ്യം അവളെ കള്ളത്തരത്തോടെ നോക്കിയിരുന്നു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ, അടുത്ത പാട്ടുമായിട്ട് നാളെ വരാവേ. അതുവരെ ഹാവ് എ ഗുഡ് ഡേ.